You are listening to Kerala's #1 FM, Club FM. ഇത് ലവ് ബൈറ്റ്സ് ആണ്. ഞാൻ റീനുവാണ്. ഹോളി ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ആഡമിനെ ദൈവം ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈവിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, അന്ന് മുതലാണോ ഈ പ്രായത്തിൻ്റെ സംസാരം തുടങ്ങിയത്? അതായത് ആൺകുട്ടി പെൺകുട്ടിയേക്കാളും മൂത്തതായിരിക്കണമെന്ന്. ഒരു സ്ഥലത്തും അങ്ങനെ എഴുതി വച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രായത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വേണമെന്ന് തന്നെയല്ലേ? ശരിക്കും നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും. ഇഷ്ടം തോന്നും. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് നമ്മൾ തമ്മിലൊരു ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൽ വല്ല കാര്യമുണ്ടോ? എത്ര പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താ? പെൺകുട്ടിക്ക് ഒരേ പ്രായമോ അല്ലെങ്കിൽ ഒരു കൂടിയ പ്രായമോ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതല്ലേ? നല്ല മെച്യൂരിറ്റി കാണും, നമ്മളെ നന്നായിട്ട് നോക്കൂ. ഇല്ലേ? എവിടെ ഇതൊരു നിയമമല്ല, എന്നാലും ഇറ്റ്സ് ആൻ അൺറിട്ടൺ റൂൾ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പോസ്റ്റ് ചെയ്യണം ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. എനിക്കറിയാവുന്ന 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ലവ് സ്റ്റോറി എനിക്കിന്നൊരു കൗതുകമാണ്. ഒരുമിച്ച് ഡിഗ്രി 3 വർഷം പഠിച്ചു. പക്ഷേ ഈ ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ 2 വയസ്സ് കുറവായിരുന്നു. അപ്പോൾ 3 വർഷവും ഇവളുടെ പിന്നാലെ നടന്നു. ഓരോ തവണയും ഈ കാര്യം പറഞ്ഞിട്ട് അവൾ റിജക്റ്റ് ചെയ്യും. അവൾ പറഞ്ഞു, വീട്ടിലൊന്നും ഇത് പറയാനൊന്നും പറ്റത്തില്ല, ഇനി അവർ സമ്മതിച്ചാലും നിന്നെ കണ്ടാൽ എനിക്ക് എൻ്റെ അനിയനായിട്ടാണ് തോന്നുന്നതെന്ന്. വേറെ വല്ലതും വേണം ഒരു പ്രണയത്തിൽ വിഷമം വരാനായിട്ട്? എന്തായാലും അവൻ്റെ നിരന്തര പരിശ്രമം കൊണ്ട് അവൾ വീണു. 3rd ഇയറിൽ ലാസ്റ്റ് സെമിസ്റ്ററിൽ ഫൈനൽ എക്സാമിന് കുറച്ച് മുന്നേ. വിനയ് താണ്ടി വരുവായി അല്ല കേട്ടോ, ശരിക്കും ട്രൂ സ്റ്റോറിയാണ്. എന്താ അല്ലേ, എവിടെയെങ്കിലും നിയമമുണ്ടോ പ്രായത്തിൽ മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്? എന്നാൽ ഇതൊന്നും വീട്ടിൽ അവതരിപ്പിച്ച് നോക്കിയേ. AK-47 അവർ നിൽക്കുന്നത് നമ്മളെ എങ്ങനെ വെടിവെച്ചിടാന്ന്. പ്രണയം തകർക്കാൻ വേണ്ടിയുള്ള കുറേ ആളുകൾ അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുവിൻ്റെ കൂടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ലവ് FMലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ഒരു അഭിപ്രായം പറയാനായിട്ട്. കിഷോർ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകട്ടോ. കിഷോർ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ കിഷോറിന് മനസ്സിലാവുന്നേ ഈ കുട്ടിക്ക് കിഷോറിനെക്കാളും ഒരു 3 വയസ്സ് കൂടുതലുണ്ടെന്ന്. ദാറ്റ്സ് ഓക്കെയോ? എന്ത് ചെയ്യും? അതിപ്പോ എന്നാ ചെയ്യാനാ, എന്റെ കറണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. എന്താണ് സിറ്റുവേഷൻ? ഇത്ര മാത്രം ഒരു 3 വയസ്സ് പറയാനില്ല, ഒരു 8 months സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോ തന്നെ എനിക്കത് മനസ്സിലായിരുന്നു. പക്ഷെ ഞാൻ അതിനെ ഒരു പ്രോബ്ലം ആയിട്ട് കണ്ടില്ല. അതൊരു 8 months അല്ല, അത് 8 months അല്ല, 2 years 3 years ആയാലും ഞാനതൊരു പ്രശ്നമാക്കില്ല. ഓ, അപ്പൊ പ്രായം കൂടിയെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രണയത്തിനൊരു മങ്ങൽ വെക്കാൻ പോകുന്നില്ല. ഏജ് ബേസ് അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ടല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അത് എനിക്ക് പ്രശ്നമുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നോക്കി കഴിയുമ്പോൾ പ്രശ്നക്കാരൻ സൊസൈറ്റിയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഈ സൊസൈറ്റി ധിക്കരിക്കാൻ? ഇതുപോലെ ക്ലബ് FMലൂടെ സംസാരിക്കണോ? ഒരഭിപ്രായം പറയണോ? അങ്ങനെയാണെങ്കിൽ 56070 ഒരു മെസ്സേജ് അയയ്ക്കുക. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM, ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനിപ്പോഴും ഞാൻ മാറിയിട്ടില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പ്രായത്തിൽ യാതൊരു കാര്യമല്ല. പ്രണയിക്കാൻ നേരത്തെ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ പ്രണയത്തിലാകാറ്. എത്രയോ പേര് ഒരേ പ്രായത്തിലുള്ളവരെ കല്യാണം കഴിച്ചും അല്ലെങ്കിൽ വീട്ടുകാരാലോചിച്ച് 3, 4, 5 വയസ്സുള്ളവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എത്രയോ സ്ഥലങ്ങളിൽ പ്രണയങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സച്ചിനെ അഞ്ജലിയെ നോക്കിയേ, അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായിയെ നോക്കിയേ. അപ്പം മോറൽ ഓഫ് ദി സ്റ്റോറി, പ്രായത്തിലല്ല കാര്യം, എത്രത്തോളം നമ്മൾ പ്രണയിക്കുന്നു എന്നതിലാണ്. എന്തായാലും ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ പറയാം, സമൂഹം പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാലും അല്ല നമ്മുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോയാലും കൂടെയുള്ള ആളെ ഇഷ്ടപ്പെടുക, അയാളുടെ ഇഷ്ടം മേടിച്ചെടുക്കുക, അതിലാണ് സന്തോഷം അല്ലേ? ഇനി കൂടുതൽ മോറൽസ് ഒന്നും പറയുന്നില്ല, ഞാൻ പോവാ ഇന്ന് രാത്രി. നാളെ തിരിച്ചു വരും. ടിൽ ദെൻ
Renu is signing off from Club FM and Love Bites. ഇവിടെ മാത്രം ടൺ കണക്കിന് മ്യൂസിക്.